ഹലോ, ഇന്ന് രാവിലെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് ചേർത്തത്. കുറച്ച് ഉപ്പിട്ട് നന്നായി കുഴച്ച ശേഷം നാളികേരം ചേർത്തിട്ട് നമ്മൾ പുട്ടുമേക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിലുണ്ടാക്കുമ്പോൾ ശരിക്കും ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഫീലാണ് കേട്ടോ ഉണ്ടാവുക. ആദ്യം നാളികേരം ഇട്ടു, പിന്നെ പുട്ടുപൊടി ചേർത്തു. ഒരു അരമണിക്കൂറെങ്കിലും പുട്ടുപൊടി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് മീതെ വീണ്ടും നാളികേരം 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ജീരകം കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വിസിലൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. നമുക്ക് ആവി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് കടലക്കറി, അങ്ങനെ മസാലക്കറി, അങ്ങനെ എന്ത് വെള്ളം യൂസ് ചെയ്യാം. ഞാൻ ചിക്കൻ കറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ.